ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്നിവിടെ ഒരു കക്ക ഇറച്ചി ഫ്രൈ ആണ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ അതിനായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്കയിൽ ഒരു സവാള, 2 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പുപൊടി, കറിവേപ്പില, ഇതെല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതേപോലെ കൈവച്ച് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. കക്ക ഇറച്ചി വെന്ത് വരുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം വരും കേട്ടോ. കണ്ടോ വെള്ളം വരുന്നത് കണ്ടോ? അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഈ കക്ക ഇറച്ചി കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ആ കക്ക ഇറച്ചിയുടെ കളറെല്ലാം ഒന്ന് മാറി വരും. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാം. വേവിക്കാമെന്ന് പറഞ്ഞത് മൂടി വെക്കുമ്പോൾ ആ കക്ക ഇറച്ചി ഒന്ന് പൊട്ടും, ഇങ്ങനെ എണ്ണയിൽ കിടന്നൊന്ന് പൊട്ടാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ കയ്യിലോട്ടൊന്നും വീണ് കൈയൊന്നും പൊള്ളണ്ടല്ല എന്നോർത്താണ് ഞാനത് മൂടിയൊന്ന് വെച്ചത്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ഒരു കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് ഇതിനാവശ്യമായ പൊടികളൊക്കെ ഇച്ചിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കാശ്മീരി ചില്ലി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ മിക്സ് ചെയ്യുമ്പോൾ ആദ്യമേ ഈ പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നിട്ട് വേണം കക്ക ഇറച്ചിയും കൂടി ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു പാകമായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് കൂടിയുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയായിട്ടല്ല, ഒന്ന് വെറുതെ ഒന്ന് ചതച്ച് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കക്ക ഇറച്ചി കഴിക്കുമ്പോൾ ആ കുരുമുളക് കൂടി കടിക്കുന്നത് ഒരു നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ട നമ്മുടെ കക്ക ഇറച്ചി ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് മൊരിച്ചെടുത്തിട്ടില്ല കേട്ടോ, അത് ഇഷ്ടമല്ല. ഒരു മീഡിയം ഇതിൽ ഞാൻ മൊരിയിച്ചിട്ടുള്ളൂ. ഒത്തിരി ഇങ്ങനെ എടുക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഈ ഒരു പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.